വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമ്മളിത് ബസ്മതി റൈസ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ ധാരാളം വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്ന് വിചാരിച്ച് മക്ലൂബയല്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബിരിയാണിയെ പോലെ അല്ല കേട്ടോ. ബിരിയാണിയിൽ നമ്മൾ ധാരാളം മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിൽ മസാല കുറച്ചായിട്ടേ ചേർക്കുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, സിമ്പിളാണ് എന്നാൽ പവർഫുൾ ആണെന്ന് പറയും പോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. എന്റെ മനസ്സിൽ കുറച്ച് പേരൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷെ അത് ഞാനിപ്പോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഈ റൈസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പേര് കമന്റ് ചെയ്യുക. നമ്മുടെ ഈ റൈസിന് പറ്റിയൊരു പേരെന്താന്ന് എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യാട്ടോ. അതുപോലെ ഈ റൈസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് പോകാം കിച്ചണിലോട്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പൊട്ടറ്റോയാണ്. അപ്പോൾ ഞാനൊരു വലിയ പൊട്ടറ്റോ ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഉൾവശം ഒന്നും വേവേണ്ട ആവശ്യമില്ല. പുറമേ ഒന്ന് നല്ല കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ 2 ഒക്കെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ പൊട്ടറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഒക്കെ എടുക്കുക. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് ചിക്കനിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ചോറ് ദം ചെയ്യുമ്പോൾ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു സ്ട്രൈനറിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതേ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ചിക്കനും വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഓയിൽ നമുക്ക് വേണ്ട. ഇതിൽ നിന്നൊരു 1/4 കപ്പ് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാനിൽ തന്നെയാണ് നമ്മൾ ചോറും ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ചെറിയ ബേ ലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 3 ചെറിയ പട്ട, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 6 ഏലക്ക, 6 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ സ്റ്റാർ ഗോൾഡ്, അതായത് തക്കോലത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ജാതിപത്രിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഇതിലോട്ട് 2 ചെറിയ സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മളിതിലോട്ട് അധികം സവാളയൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഈ റൈസിൻ്റെ പ്രത്യേകതയിൽ ഒത്തിരി മസാലയൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചോവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെടുകെ കീറൊന്നും വേണ്ട, പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ടാലും മതി. നമ്മളിനി ചിക്കനൊക്കെ വേവിക്കുമ്പോൾ പച്ചമുളകൊക്കെ കുക്കായി വന്നോളും. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. 3 കപ്പ് റൈസിന് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചച്ചുവ അവിടെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്താലും മതി.
ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും സമയമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിട്ടതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിനി ചിക്കന് മസാല ഇട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കന് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് നമ്മൾ തൈരൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മിൽമയുടെ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് വന്നോളും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലൊക്കെ അത്യാവശ്യം വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തുറന്നു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ചോറൊന്ന് വേവിക്കണം. അപ്പോൾ ചോറും ചിക്കനും ഏകദേശം ഒരേ ടൈമിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ ചോറ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചോറ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചോറ് നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് സെല്ലയാണ് കേട്ടോ, വൈറ്റ് സെല്ല ബസ്മതി റൈസാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ബസ്മതി റൈസ് ആയാലും പ്രശ്നമല്ല. അപ്പോൾ നമുക്ക് ഈ റൈസിന് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 3/4 വേവാവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഫുള്ളായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചെന്നെ വേവിച്ചാൽ മതി. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ചോറൊന്ന് ഊറ്റിയെടുക്കണം. ചോറ് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോറിൻ്റെ വേവിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മൾ റൈസ് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ പൊട്ടുന്നൊരു പരുവുണ്ടല്ലോ ഇതുപോലെ, ആ സമയത്ത് നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്, പൊട്ടുന്നൊരു പരുവം. അപ്പോൾ ചോറ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ചിക്കനും ഇതേ സമയമായപ്പോഴേക്കും 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടി വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇനി ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ചിക്കനും 3/4 ഭാഗത്തോളമാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലെയറായിട്ടൊന്നും ദം ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 ലെയറായിട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ തന്നെ ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സവാള ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, അതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അധികം സവാളയൊന്നുമില്ല, ആകെ ഒരു സവാള ആയിരുന്നല്ലോ നമ്മൾ ഫ്രൈ ചെയ്തത്, അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യ് മെൽറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ നമ്മൾ ദം ചെയ്യുമ്പോൾ മെൽറ്റ് ആയിക്കോളുമല്ലോ നെയ്യ്, അതുകൊണ്ട് ഞാൻ മെൽറ്റ് ചെയ്യാതെയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനൊന്നും വേവിച്ചപ്പോൾ മല്ലിയില ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ ചോറിലോട്ട് നമ്മൾ റൈസ് ദം ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് സാധാരണ ദം ചെയ്യുന്ന പോലെ തന്നെ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുക, ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് കവർ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് മൂടി കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണിപ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ റൈസ് ഇവിടെ ദമ്മായിട്ടുണ്ട്. അപ്പോൾ ചോറും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ചോറും ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ എന്താണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ റൈസ് സെർവ് ചെയ്യാറ്.
അപ്പോൾ റൈസിലെ ലെഗ് പീസൊക്കെ കണ്ടോ, വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ ഫ്രൈ ചെയ്തൊരു ഫീലാണ് ഇതിന്. പാകത്തെ വേവാണ് കേട്ടോ ചിക്കൻ പീസിനൊക്കെ. പിന്നെ നമ്മൾ ഇതിലോട്ട് കളറൊന്നും ചേർത്തില്ലെങ്കിലും നല്ല മിക്സഡ് കളറിലാണ് ഈ റൈസ് കിട്ടിയിട്ടുള്ളത്, വൈറ്റിലും അതുപോലെ യെല്ലോയിലും. നമ്മുടെ മസാലയിൽ നിന്നുള്ള കളർ കാരണം നല്ല യെല്ലോ കളറിൽ ചില റൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല വൈറ്റ് കളറിലും റൈസ് കിട്ടും. അപ്പം നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു ചോറ് തന്നെയാണ് കേട്ടോ. ബിരിയാണിയുടെ പോലെ അല്ല, എന്നാൽ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ്. പിന്നെ നല്ല വെജിറ്റബിൾസ് ഒക്കെ ചേർത്തത് കാരണം തന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ റൈസിന് എന്ത് പേരാണ് കൊടുക്കാൻ തോന്നുന്നത് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്